മന്നലകുന്ന് AKG റോഡ് ദുരിതബാധിതരുടെ പ്രതിഷേധം അണപൊട്ടി. ശിവാലയ കരാറു കമ്പനിക്കാരെ വാർഡ് മെമ്പർ അടക്കമുള്ളവർ തടഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പമ്പിംഗ് ആരംഭിച്ചു. ശാശ്വത പരിഹാരം കാണും എന്ന് ഉറപ്പു നൽകി തഹസിൽദാർ. മഴ പെയ്താൽ ദേശീയപാതയിലെ വെള്ളം ഒഴിഞ്ഞുപോകാനുള്ള സംവിധാനം ഒരുക്കാത്തതിനാൽ മന്നലാങ്കുന്ന് AKG റോഡ് പരിസരത്ത് വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. 30ഓളം വീട്ടുകാർ പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ കമ്പനിയായ ശിവാലയയുടെ പ്രതിനിധികളെത്തി തൽക്കാലം റോഡിലെ വെള്ളം പമ്പ് സെറ്റ് ഉപയോഗിച്ച് കനോലി കനാലിലേക്ക് അടിച്ചുപറ്റിക്കാമെന്ന് ചൊവ്വാഴ്ച ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. ബുധനാഴ്ച നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതിനെ തുടർന്ന് തൊഴിലാളികൾ പമ്പ് സെറ്റും ഓസും കൊണ്ടുവന്ന് രാത്രി പമ്പിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും നടന്നില്ല. തുടർന്ന് സ്ഥലത്തെത്തിയ NK അക്ബർ MLA നിർമ്മാണ കരാർ കമ്പനിയായ ശിവാലയ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തി എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. വ്യാഴാഴ്ച പമ്പിംഗ് തുടങ്ങിയെങ്കിലും ഓസ് പലയിടത്തും പൊട്ടിയതിനെ തുടർന്ന് നിർത്തി. ഇതോടെ നാട്ടുകാർ നിർമ്മാണ കമ്പനിയുടെ മണ്ണുമാന്തി യന്ത്രവും മിനി ലോറിയും തടഞ്ഞിട്ടു. തൊഴിലാളികളെയും തടഞ്ഞുവെച്ചു. മന്നലാങ്കുന്ന് പാലം റോഡിന് വശത്തിലൂടെ കാനകേറി വെള്ളമൊഴുക്കാൻ ശ്രമിച്ചെങ്കിലും ഫലപ്രദമല്ലെന്ന് കണ്ടപ്പോൾ നിർത്തി. ഉദ്യോഗസ്ഥർ ഇടപെടാത്തതിനാൽ റോഡ് ഉപരോധിക്കാൻ ഒരുങ്ങുകയായിരുന്നു നാട്ടുകാർ. എന്നാൽ വടക്കേക്കാട് പോലീസ് എത്തി കരാർ കമ്പനി ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി വീണ്ടും ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിനിടെ സ്ഥലത്തെത്തിയ ചാവക്കാട് തഹസിൽദാർ TP കിഷോർ വെള്ളക്കെട്ട് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ കരാർ കമ്പനിക്കാരോട് കർശന നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. 3 വലിയ പമ്പ് സെറ്റ് വെച്ച് വെള്ളം ഒഴുക്കിക്കളയുവാനും കുറയാത്ത പക്ഷം കൂടുതൽ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം വറ്റുന്നതുവരെ പ്രവർത്തിപ്പിക്കുവാനും നിർദ്ദേശം നൽകി. ഇതെല്ലാം താൽക്കാലിക പരിഹാരമാണെന്നും ശാശ്വത പരിഹാരം കാണുന്നതിന് വെള്ളം പൂർണ്ണമായും വറ്റിയതിനുശേഷം ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരെയും കൂട്ടി സംയുക്ത പരിശോധന നടത്തി കാന വൃത്തിയാക്കൽ, AKG റോഡ് പൊളിച്ച് കാനകേറൽ ഉൾപ്പെടെ മറ്റു മാർഗങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും അധികൃതർ നാട്ടുകാർക്ക് രേഖാമൂലം എഴുതി നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ 3 മോട്ടോർ വെച്ചിട്ട് ഇപ്പോൾ നിലവിൽ അതിന് നാളേക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് മാറുന്നില്ലെങ്കിൽ അഡീഷണൽ മോട്ടോർ വെച്ചിട്ട് വയ്ക്കാന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ കാനകൾ വൃത്തിയാക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് തടസ്സം വല്ലതുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാം. അതിൻ്റെ പുറമെ ഈ AKG റോഡ് പൊളിച്ച് വെള്ളം അപ്പുറത്തേക്ക് വിടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി വേറെ ഇത് ചെയ്യണം. അത് പഞ്ചായത്തിൻ്റെ അതേപോലെ ഇറിഗേഷൻ PWD NH ഇവരും കൂടിയിട്ട് അത് ടെക്നിക്കൽ വിഭാഗം പരിശോധിക്കേണ്ടതാണ്. അത് 500 മീറ്ററോളം ദൂരത്തേക്ക് വേണം വെള്ളം പമ്പ് ചെയ്ത് വിടാൻ. തൊട്ടടുത്തൊക്കെ വെള്ളം എല്ലാ ഭാഗത്തും വെള്ളം നിറഞ്ഞിരിക്കുക. എവിടേക്കും വിടാനുള്ള മാർഗ്ഗമില്ല. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം.